Next, question number 13. In the given arrangement of a doubly inclined plane, two bodies of masses capital M and M are placed. The blocks are connected by a light string passing over a ideal pulley as shown. The coefficient of friction between the surface of the plane and the block is 0.25. And value of M, small m ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്മോൾ എം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എം വന്നിട്ടുണ്ട്. ആൻഡ് ഡൗൺവേർഡ് ആക്സിലറേഷൻ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് ഇങ്ങോട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ. അപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരക്കേണ്ടത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള പരിപാടിയാണ്, നിങ്ങൾക്കറിയാം. നിങ്ങൾ നോക്കി, ഇത് 53 ആണല്ലോ, ഈ ആംഗിൾ 53 ആണല്ലോ. സ്വാഭാവികമായിട്ടും ഇയാളുടെ വെയിറ്റ് mg ഇങ്ങോട്ട് താഴേക്കാണ് ആക്ട് ചെയ്യുക. അപ്പം ഇതാണ് mg. അത് mg ആണെങ്കിൽ ഇങ്ങോട്ട് mg കോസ് തീറ്റയാണ്. അത് ക്യാപിറ്റൽ എം ആണ്, അതുകൊണ്ട് ക്യാപിറ്റൽ തന്നെ കൊടുക്കാം. സോ ദിസ് ഈസ് ക്യാപിറ്റൽ mg ആൻഡ് ദിസ് ഈസ് ക്യാപിറ്റൽ mg കോസ് തീറ്റ, കാരണം ഇത് തീറ്റ ആയിരിക്കും. അപ്പോൾ താഴേക്ക് ഉണ്ടാവുക ക്യാപിറ്റൽ mg സൈൻ തീറ്റയാണ്. അതുപോലെ ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുള്ളതുകൊണ്ട് ഫ്രിക്ഷൻ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഡയറക്ഷനിൽ 2 ഫോഴ്സ് വേറെ ഉണ്ട്. ഏതൊക്കെ? ടെൻഷൻ അങ്ങോട്ടാണ്, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് എവേ ആണ് ടെൻഷൻ. ആൾസോ ഫ്രിക്ഷനും ആ ഡയറക്ഷനിലാണ്. സോ എന്താണ് ആ കേസിൽ ഇക്വേഷൻ എഴുതിയാൽ കിട്ടുക? അൺബാലൻസ്ഡ് ഫോഴ്സ് ഈക്വൽ ടു എം എ. അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മോഷൻ്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ് മൈനസ് ഓപ്പോസിറ്റുള്ള ഫോഴ്സ്. അതിൻ്റെ അർത്ഥം ക്യാപിറ്റൽ mg സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷൻ പ്ലസ് ടെൻഷൻ, ഫ്രിക്ഷനും ടെൻഷനും, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ. എം എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം ഇൻറ്റു എ. വാല്യൂസ് വേഗം കൊടുക്കാം. എം എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ mg സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു mg, 10 ഇൻറ്റു g. സൈൻ തീറ്റ സൈൻ 53. സൈൻ 53 എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ഓർമ്മ ഉണ്ടാവണം. ആ ട്രയാങ്കിൾ ഇത് 53 ആണെങ്കിൽ ഇത് 4, ഇത് 3, ഇത് 5 ആണ്. അപ്പോൾ സൈൻ ആണ് 4/5. സൈൻ തീറ്റ സൈൻ 53, സൈൻ 53 4/5 മൈനസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ mg. mg എത്രയാ? മ്യൂ mg. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ mg കോസ് തീറ്റയാണ് ഫ്രിക്ഷൻ. റൈറ്റ്. കാരണം നോർമൽ റിയാക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് mg കോസ് തീറ്റയാണ്. ഫ്രിക്ഷൻ മ്യൂ n ആണ്, n mg കോസ് തീറ്റയാണ്. അപ്പോൾ അത് ഇവിടെ വെറുതെ കണ്ടുവെക്കാം. മ്യൂ എന്ന് പറഞ്ഞാൽ 0.25. സോ ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കാം. 0.25 ഇൻറ്റു എം ഇൻറ്റു ജി. എം ജി പറഞ്ഞാൽ 100 ഇൻറ്റു കോസ് തീറ്റ, കോസ് 53. കോസ് 53 ഈസ് 3/5. കോസ് 53 3/5. ആ ട്രയാങ്കിൾ, ജനറൽ ട്രയാങ്കിൾ ഓർമ്മ വേണം. സോ അതൊക്കെ. അപ്പോൾ FI. ഇനി പ്ലസ് ടെൻഷൻ ഈക്വൽ ടു 10 ഇൻറ്റു 2. എം 10 ആണ്, ക്യാപിറ്റൽ എം. A2 ക്വസ്റ്റ്യനിലുണ്ട്. A2 ഇവിടെ A2. സോ ദാറ്റ് ഈസ് 20. ഇത് സോൾവ് ചെയ്തെടുക്കണം. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 100ഉം 5ഉം വെട്ടി കളഞ്ഞാൽ നമുക്ക് 20 ആണ് കിട്ടുക. 20 ഇൻറ്റു 4 80 ആണ് കിട്ടുക. ആൾസോ ഇവിടെ നമുക്ക് 100 ഇൻറ്റു 5 20 കിട്ടും. 2 ഇൻറ്റു 0.25 0.5 ആണ്. 0.5 ഇൻറ്റു 0 10 5 ആണ്. 5 ഇൻറ്റു 3 15 ആണ്. ഈ മൈനസ് ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുമ്പോൾ ഇതും -t ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ആ 20 ഇങ്ങോട്ട് വരുമ്പോൾ 80 മൈനസ് 15 ആൻഡ് 20 -t അപ്പുറത്ത് പോകുമ്പോൾ +t ആവും. 35. ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻഷൻ. അപ്പോൾ 80ന്ന് 35 കുറക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന ടെൻഷൻ. സോ 80 മൈനസ് 35 t കിട്ടി. ആ ടീനെ ഇനി ഇയാളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്മോൾ എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം അതൊന്ന് വരച്ച് നോക്കാം. സ്മോൾ എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ സ്മോൾ mg താഴേക്ക്, ഓക്കെ സ്മോൾ mg താഴേക്ക്, ഇതാണ് സ്മോൾ mg. അപ്പോൾ ഇങ്ങോട്ടാരാ? mg കോസ് തീറ്റ. തീറ്റ 37 ആണ്. ഇത് നോർമൽ റിയാക്ഷൻ. ഇങ്ങോട്ട് സ്മോൾ mg സൈൻ തീറ്റ. സോ അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ എന്താ ഉണ്ടാവുക?
ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ്? അയാൾ മേലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫ്രിക്ഷനിൻ്റെ ഓപ്പോസിറ്റാണ്. ഫ്രിക്ഷൻ ഇവിടെ mg sin തീറ്റൻ്റെ ഡയറക്ഷനിലാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഉള്ളത് ടെൻഷനാണ്. ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ടെൻഷനാണ്. കാരണം എപ്പോഴും പോയിന്റ് ഓഫ് കോണ്ടാക്ട് നേരെ ആയിരിക്കും ടെൻഷൻ. അപ്പോൾ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലുള്ളത് ടെൻഷൻ. ദാറ്റ് ടെൻഷൻ മൈനസ് എഫ് പ്ലസ് mg sin തീറ്റ ഈക്വൽ ടു ma. ആ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ ആണ് 2. അപ്പോൾ m ഇൻറ്റു 2. ഓക്കെ, m ഇൻറ്റു 2. സോ പിന്നെ ഇനി ആ സ്മോൾ എം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് 45 മൈനസ് ഫ്രിക്ഷൻ എത്രയാണ്? μmg. ആ മ്യൂ എത്രയാ? 0.25 ഇൻറ്റു എം എത്രയാ? അറിയില്ല. m ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു സൈൻ 37. ഓ, ഇവിടെ ടാൻ 37 ഒക്കെ തന്നിട്ടുണ്ടല്ലേ, 3/4 എന്നൊക്കെ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിൾ അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 53 ആണ്, അത് 53 ആണെങ്കിൽ ഇത് 4 ആണ്, ഇത് 37 ആണെങ്കിൽ ഇത് 3 ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താ? എഫ് മ്യൂ mg കോസ് തീറ്റ ആണല്ലോ അല്ലേ? ഇവിടെ നോർമൽ റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് mg കോസ് തീറ്റ ആണ്. സോ മ്യൂ mg കോസ് തീറ്റ, ദാറ്റ് മീൻസ് 0.25 ഇൻറ്റു m ഇൻറ്റു 10 ഇൻറ്റു കോസ് 37. വാട്ട് ഈസ് കോസ് 37? ഇറ്റ് ഈസ് ആൾസോ 4/5. 0.25 ഇൻറ്റു m ഇൻറ്റു 10 ഇൻറ്റു 4/5 പ്ലസ് ബ്രാക്കറ്റിലാണ് ഇതൊക്കെ mg സൈൻ തീറ്റ. mg സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്മോൾ m ഇൻറ്റു 10 വീണ്ടും സൈൻ തീറ്റ സൈൻ 37. സൈൻ 37 എന്താണ്? ദാറ്റ് ഈസ് 3/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 2m. ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഈ ടേമുകളൊക്കെ ഒന്ന് ചവിട്ടി കൂട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. വളരെ പെട്ടെന്ന് ചെയ്യാം. ഇവിടെ 5ഉം 0.25ഉം 10 ഇൻറ്റു 0.25 2.5 ആണ്. 2.5 ഇൻറ്റു 4 വീണ്ടും 10 ആണ്. ആ 10/5 2 ആണ്. അപ്പോൾ 2m എന്ന് വരും ഇവിടെ. ഇനി ഇവിടെ 5ഉം 10ഉം കട്ട് ചെയ്താൽ 2 ആണ്. ഇവിടെ 6m വരും. 2m-ഉം 6m-ഉം 8m ആണ്. ഈ -8m അപ്പുറത്തേക്ക് പോകുമ്പോൾ +8m ആവും. അപ്പോൾ 45 is equal to 10m എന്ന് കിട്ടും. m ആണ് ചോദ്യം. 45/10 ദാറ്റ് ഈസ് 4.5. അങ്ങനെ ആൻസർ ഉണ്ടോ? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ജസ്റ്റ് രണ്ടാളുടെയും ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുക, ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നത് കൃത്യമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. കൃത്യമായി നോക്കിയാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു ചോദ്യമാണ്. ഫ്രിക്ഷനും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആവുന്നത്.